അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ ടർഫിലോട്ടും പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ കളിക്കാൻ പോകും. പിന്നെ കുട്ടികൾക്ക് പാർക്കിലൊക്കെ പോകണമെങ്കിൽ തന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് പാർക്കിലേക്ക് പോകും. പക്ഷേ ഇവിടെ എങ്ങനെയല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്നതിൻ്റെ നേരെ അപ്പുറത്ത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. രാവിലെയാണ് ശരിക്കും രാവിലെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് ഇവിടെ അടുക്കാൻ തന്നെ കഴിയില്ല. അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ബാക്കിലൊക്കെ പാർക്കാണ്. അവിടെ അനിയനും പിയോലും എല്ലാവരും ഫാമിലി എല്ലാവരും ഞങ്ങളവിടെ വെറുതെ ഒരു പന്തും കിട്ടിയപ്പോൾ അതിങ്ങനെ തട്ടിക്കളിക്കാൻ കേട്ടോ. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു പാർക്കുണ്ട്. ആ ഒരു പാർക്ക് അവിടത്തേക്കാളും കുറച്ച് വലിപ്പമുണ്ട്. പക്ഷേ അവിടെയാണ് ഒന്നുകൂടി സുഖം പന്ത് കളിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു കാണുന്ന പാർക്കുണ്ടല്ലോ, ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാം. സ്റ്റേ എന്നാൽ നമുക്ക് കിടക്കണമെങ്കിൽ കിടക്കും. ഇവിടെ കുറേ നമ്മളെ സുഡാനികൾ പോലൊക്കെ നമ്മൾ താമസിക്കുന്നുണ്ട്. തെരുവുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ഇവിടെ കിടക്കും. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ കിടക്കും കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഉണ്ട് അതേപോലെ ഇത്. പക്ഷേ ഇവിടെ ഉണ്ടോ കുട്ടികൾക്ക് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൊത്തം ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഫിറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചിലവിൽ അടിച്ചാറ്റി കൊണ്ടുപോകും, ചിലവിൽ എന്താ അറിയില്ല. ഏതായാലും നമ്മളെ സീസോ പോലത്തെ അതൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. ഇതൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ കുട്ടികൾക്ക്. പിന്നെ അടിയിലൊക്കെ കളിക്കാൻ ടർഫിലുള്ള അതേ പുല്ല് പതിച്ചൊക്കെയാണ്. ഇപ്പോൾ എത്രയോ കാലത്തോളമായി ഇപ്പോൾ ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് ഉണ്ടല്ലോ. ഊഞ്ഞാല ഇവിടെ ഊഞ്ഞാലിൻ്റെ അതുപോലെ തന്നെ സീസോ പോലത്തെ സാധനം ഇവിടെ ഉണ്ട്. ഫുൾ സെറ്റപ്പാണ് ഉണ്ടല്ലോ. ഊഞ്ഞാല നമ്മളിതൊക്കെ ഉണ്ട്. പിന്നെ ആ കാണുന്ന ഗ്രില്ല് ഉണ്ടല്ലോ, അവിടെ കാണുന്ന ഗ്രില്ല്, ആ ഗ്രില്ലിൻ്റെ അവിടെ ടർഫാണ്, ഒറിജിനൽ ടർഫ്, ഫുട്ബോളിന് മാത്രമല്ല ടർഫ്. അതിനപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങൊക്കെ ആ നീല ബിൽഡിങ് പറയുന്നത് ഒരു ഇതാണ്, മദ്രസാണ്, ഇവിടുത്തെ സ്കൂള് അതാണ് കേട്ടോ. പിന്നെ തന്നെ ഇവിടെ മരങ്ങളുണ്ട് വെച്ച് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ അടിപൊളി മരങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ മരങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മരങ്ങളൊക്കെ വെട്ടും, അതൊക്കെ പടുമരമായിട്ട് കൂട്ടും. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞാൽ ഇതിലെന്തോ ചെറിയ രീതിക്ക് കായ് മൾബറി പോലത്തെ എന്തോ കായ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ മൾബറി അല്ല. പിന്നെ ഈ കാണുന്നതാണ് ഈത്തപ്പന, വലിയ ഈത്തപ്പന. അതിൻ്റെ അടുത്തൊക്കെ കുട്ടികളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല തണലൊക്കെ ഉണ്ടാവും ഇവിടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കട്ടിട്ടാണ്ട് ഇവിടെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്ത്. അതുകൂടാതെ തന്നെ സൈഡിൽ ബാക്കിയുള്ള സൈഡിൽ പച്ചപ്പുല്ല് വിരിച്ചേക്കാണ് കേട്ടോ. വിരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊഴിഞ്ഞ് മണ്ണ് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കുഴിച്ചിടാനോ അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റപ്പൊക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് പറഞ്ഞാൽ ഈ ഗ്രൗണ്ടാണ്. പിന്നെ ഈ കാണുന്ന മരം മുരിങ്ങയുണ്ട്. നമ്മളല്ല, മുരിങ്ങ മരം ഇവിടെ കൂടുതലാണ്. മുരിങ്ങക്കായൊക്കെയുള്ള മരമുണ്ടോ. ഇത് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പാർക്ക്. അനിയനുണ്ട്, ഉപ്പുണ്ട്, പോലെ എല്ലാവരും ഉണ്ട്. അടിപൊളി സൈറ്റാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു 5-6-8 പേരെടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് മൊത്തം ഉണ്ടല്ലോ, ഈ വലിയ സ്ഥലം 8 പേരെടുക്കാനുള്ള സ്ഥലമുണ്ട്. അതിൽ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബിനോടെക്കിൻ്റെ ബൈ ബൈ.